സോ നമ്മൾ ഇനി മുതൽ ഗേറ്റിൻ്റെ പ്രീവിയസ് ഇയർ പ്രോബ്ലംസ് ആയിരിക്കും സോൾവ് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ മാക്സിമം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഞാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മുടെ ലെക്ചർ സീരീസിൽ കുറേ റിസൾട്ട്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ആ റിസൾട്ട്സിനെ ബേസ് ചെയ്തായിരിക്കും കൂടുതൽ പ്രോബ്ലംസും ചോദിക്കാറ്. അപ്പോൾ സോ നിങ്ങൾ പ്രീവിയസ് ഗേറ്റ് ക്വസ്റ്റ്യൻസും ഗേറ്റിൻ്റെ കൺസെപ്റ്റിൽ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ അക്കാഡമിക്സിനും അത് സഹായിക്കും. ഓക്കെ, പാസ്സാവാനും നിങ്ങളെ ബിടെക് എക്സാംസ് പാസ്സാവാനും അത് ഹെൽപ്പ് ചെയ്യും, ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഗേറ്റിൻ്റെ ഒരു സിലബസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബേസിക് മനസ്സിലാക്കിയാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഇതൊരു പഴയ ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നെ മനസ്സിലാവും, അതായത് ഗേറ്റ് ബേസിക്കിനെ എങ്ങനെ ടച്ച് ചെയ്തിരിക്കുന്നതാണ്. സോ നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ടതെന്ന് ദ റാങ്ക് ഓഫ് എൻ എം ബൈ എൻ മാട്രിക്സ് കനോട്ട് ബി മോർ ദാൻ. അപ്പോൾ റാങ്ക് എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ലെക്ചർ സീരീസിൽ പറഞ്ഞിരുന്നു, ഈക്വൽ ടു നമ്പർ ഓഫ് നോൺ സീറോ റോസ്, നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഓഫ് ആൻ എച്ചിലോൺ മാട്രിക്സ്. ഓക്കെ, അപ്പോൾ റാങ്ക് കണ്ടുപിടിക്കാനുള്ള ഫണ്ടമെൻ്റൽ തിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എച്ചിലോൺ ഫോർമാറ്റിലേക്ക് ഒരു മാട്രിക്സിനെ മാറ്റിയിട്ട് അതിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് എണ്ണി നോക്കുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എച്ചിലോൺ ഫോർമാറ്റിലാക്കിയാലും എച്ചിലോൺ ഫോർമാറ്റിൽ നമ്മൾ നമ്പർ ഓഫ് റോസിൽ കുറവോ നമ്പർ ഓഫ് കോളംസിൽ കുറവോ ഒന്നും വരാൻ പോണില്ല. അപ്പോൾ നമ്മുടെ എച്ചിലോൺ ഫോർമാറ്റിലാക്കിയാൽ നമ്പർ ഓഫ് റോസ് എന്താണ്? നമ്മൾ ആക്ച്വൽ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസുമായിട്ട് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ആക്ച്വൽ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് എം ആയിരിക്കും. അപ്പോൾ ഒരിക്കലും റാങ്ക് ഗ്രേറ്റർ ദാൻ എം വരാൻ പോണില്ല. എപ്പോഴും റാങ്ക് ഒന്നല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എമ്മേ വരാൻ പോണുള്ളൂ. അപ്പം കനോട്ട് ബി മോർ ദാൻ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ആൻസർ? എം ആണ്. കനോട്ട് ബി മോർ ദാൻ നമ്പർ ഓഫ് റോസ് ഓഫ് ദ മാട്രിക്സ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ നമുക്കൊരു നോൺ ഹോമോജനസ് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷനാണോ നോൺ സൊല്യൂഷനാണോ അത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണോ എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ മാട്രിക്സ് ഫോർമാറ്റിലേക്ക് ആക്കും, എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ ഫോർമാറ്റിലാക്കും. എന്നിട്ട് എയും ബിയും ഓഗ്മെന്റഡ് മാട്രിക്സ് നമ്മൾ എഴുതും, എ ബി എന്ന് പറയുന്ന മാട്രിക്സ് എഴുതും. എന്നിട്ട് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും സെയിം ആണെങ്കിൽ, അത് നമ്പർ ഓഫ് അൺനോൺസുമായിട്ട് സെയിം ആണെങ്കിൽ എന്താണ് നമുക്ക് യുണീക്ക് സൊല്യൂഷൻ എന്ന്. നമ്പർ ഓഫ് അൺനോൺസുമായിട്ട് ലെസ് ദാൻ ആണെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. ഇനി അഥവാ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഡിഫറൻ്റ് ആണെങ്കിൽ, വാല്യൂസിൽ ഡിഫറൻ്റ് ആണെങ്കിൽ നമുക്ക് യുണീക്ക് സൊല്യൂഷൻ. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ആ സിസ്റ്റം എന്താണ്? x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു 3, x1 മൈനസ് x2 ഈക്വൽ ടു 0, x1 മൈനസ് x2 പ്ലസ് x3 ഈക്വൽ ടു 1. ഓക്കെ, നമ്മൾ എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ ഫോർമാറ്റിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് 1 1 1, ബി എന്ന് പറയുന്നത് 1 മൈനസ് 1 0, സോറി ബി അല്ല, നമ്മൾ രണ്ടാമത്തെ റോ, എയുടെ രണ്ടാമത്തെ റോ 1 മൈനസ് 1 1. ഇന്നിപ്പോൾ എ എന്ന് പറഞ്ഞ മാട്രിക്സ് കിട്ടി. എ എക്സ് എന്ന് പറയുന്നത് x1 x2 x3 ഈക്വൽ ടു നമ്മുടെ കോൺസ്റ്റൻറ്റ് മാട്രിക്സ് ബി 3 0 1. എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ ഫോർമാറ്റിലാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എഴുതണം. എയും ബിയും തമ്മിലുള്ള ഓഗ്മെൻറ്റഡ് മാട്രിക്സ്. ഓക്കെ, അപ്പോൾ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എങ്ങനെയാണ്? 1 1 1 1 മൈനസ് 1 0 1 മൈനസ് 1 1. നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു ഡാഷ് ലൈൻ കൊടുക്കുകയാണ്. 3 0 1. അപ്പോൾ ഇതാണ് എന്താണ് നമ്മുടെ ഓഗ്മെൻറ്റഡ് മാട്രിക്സ്. ഇനി ഇതിൽ നമ്മൾ ഇതിനെ എച്ചിലോൺ ഫോർമാറ്റിലേക്ക് മാറ്റാം. നമുക്ക് റാങ്ക് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ നമ്മൾ എച്ചിലോൺ ഫോർമാറ്റിലേക്ക് മാറ്റാം. എച്ചിലോൺ ഫോർമാറ്റിലെന്ന് പറയുമ്പോൾ നമ്മൾ നോൺ സീറോ റോസിനനുസരിച്ച് അറേഞ്ച് ചെയ്യണം. ഈ സീറോ റോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ താഴെ കൊണ്ടുവരണം. പിന്നെ ലീഡിങ് നോൺ സീറോ വാല്യൂ വരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? റോസിനെ അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോയിൽ ആൾറെഡി നമ്മൾ ലീഡിങ് 1 വന്നിട്ടുണ്ട്. രണ്ടാമത്തെ റോയിൽ ആ റോയുടെ താഴെയുള്ള വാല്യൂസ് എല്ലാം 0 ആവണം. ഓക്കെ, അതായത് ഇപ്പോൾ ഈ ഫസ്റ്റ് റോ എടുത്തു കഴിഞ്ഞാൽ ഇവനാണ് ലീഡിങ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവന് കോമ്പറ്റീഷനായിട്ട് ഇവന് രണ്ടുപേരുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യണം? 0 ആക്കണം. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 മൈനസ് R1, R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. ഓക്കെ, ഇത് രണ്ടും ചെയ്യുമ്പോൾ
മാട്രിക്സിന് 1 1 1 3 1 0 -1 -1 2 -2 0 -1 -1 0 -1 -3 0 -1 -1 -1 -2 1 -1 0 1 -3 -2. ഓക്കെ, അപ്പോൾ അടുത്ത രണ്ടാമത്തെ റോയിൽ ഇവൻ ഈ ലീഡിങ് എൻട്രി അവനാണ്. അപ്പോൾ ഇവന് തൊട്ട് താഴെ അതേ പൊസിഷനിൽ ഒരു നോൺ സീറോ വാല്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ സീറോ ആക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും? R3 changes to R3 plus R2. Sorry, R3 minus R2. പിന്നെ 1 1 1 3 0 -2 -1 -3 0 -2 -2 plus 2. അപ്പോൾ -2 plus 2 0 0 -1 -0 -1 1 -2 plus 3 1. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ എച്ച്ലോൺ ഫോർമാറ്റിലാക്കി. അപ്പം ഇത്രയും എന്ന് പറയുന്നത് നമ്മുടെ എ ആണ്, എ മെട്രിക്സ് ആണ്. അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 3. റാങ്ക് ഓഫ് എ ഓഗ്മെൻറ്റഡ് ബി എന്ന് പറയുന്നത് എന്താണ്? ഇത് മൊത്തം എടുക്കണം. അപ്പം നോൺ സീറോ റോസ് എന്ന് പറഞ്ഞാൽ അവിടെയും 3 ആണ്. അപ്പോൾ റാങ്ക് ഓഫ് എയും ഈക്വൽ ടു റാങ്ക് ഓഫ് ബി ആണ്. സോറി, എ ഓഗ്മെൻറ്റ് ബി ആണ്. ഓക്കെ, അപ്പോൾ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെൻറ്റഡ് ബിയും സെയിം ആണ്. അതേപോലെ ഈ 3 എന്ന് പറയുന്ന വാല്യൂ നമ്പർ ഓഫ് അൺനോൺസ് ആയിട്ട് സെയിം ആണ്. അതായത് 3 എന്ന് പറയുന്ന n എന്ന് പറയുന്ന വാല്യൂവിന് സെയിം ആണ്. അപ്പോൾ എന്താണ്? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും സെയിം, ആ വാല്യൂ നമ്പർ ഓഫ് അൺനോൺസിന് സെയിം ആണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കിവിടെ യുണീക്ക് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ യുണീക്ക് സൊല്യൂഷനാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. ഓക്കെ, സോ ഈ പഴയ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ക്വസ്റ്റ്യൻസ് നമ്മുടെ ബേസിക്സ് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കും. ഓക്കെ, അപ്പോൾ ഈ മോഡേൺ ഗേറ്റ് എക്സാംസിനൊക്കെ മിക്സഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷേ നമ്മൾ ഈ കാര്യങ്ങൾ കൺസെപ്റ്റ്സ് അതിലറിയണം. അത് മാത്രമല്ല, ഗേറ്റിൻ്റെ ഈ പഴയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വേറെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലുള്ള കമ്പനീസിൻ്റെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പഴയ ക്വസ്റ്റ്യൻസ്, ഇതേപോലെ പഴയ ക്വസ്റ്റ്യൻസ് ഈ ISROയുടെ ഒക്കെ എക്സാംസിന് കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ തേർഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക. ബേസിക് 2x2 മാട്രിക്സിൻ്റെ ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള സ്റ്റാൻഡേർഡ് വേ എന്താണ്? A - λI ഫോർമാറ്റിലേക്ക് നമ്മൾ മാട്രിക്സിനെ മാറ്റുക, എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടുക. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങളുടെ ഈഗൻ വാല്യൂസ്. അപ്പോൾ നമുക്ക് ഈ മാട്രിക്സിന് A എന്ന് പറഞ്ഞ ഈ മാട്രിക്സ് എന്താണ്? 0 1 1 0. അപ്പോൾ ഇതിനെ A - λI ഫോർമാറ്റിലേക്ക് എഴുതുക. അപ്പം ഇങ്ങനെ വരും A - λI എന്ന് പറഞ്ഞ മാട്രിക്സ് എങ്ങനെ വരും? 0 - λ 1 1 0 - λ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ A - λI. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ എഴുതാൻ നിങ്ങൾക്ക് കുറച്ച് ഫെമിലിയർ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു മാട്രിക്സിനെ തന്നെ A - λ × 1 0 0 1, ഇതാണ് നമ്മുടെ ഐ മാട്രിക്സ്. ഇതാണ്. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിലേക്ക് എഴുതി നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇവിടെ കാരണം ഇവിടെ 0 - λ എന്ന് പറയുന്നത് λ × 1, ഈ λ × ഈ 1, അത് -0 - λ 0 - λ അവിടെ രണ്ടിടത്ത് മാത്രമേ. കാരണം ഐ എന്ന് പറയുന്നത് മെയിൻ ഡയഗണൽ എലമെൻറ്റ്സിൽ മാത്രമേ 1 ആയിട്ട് വരത്തുള്ളൂ. സോ ഞാനത് സ്ട്രൈറ്റ് ആയിട്ട് എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ്, ഫെമിലിയർ അല്ലാതെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പ്രത്യേകം എഴുതി കാണിച്ചത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ എന്ത് ചെയ്യണം? A - λIയുടെ ഡിറ്റർമിനൻ്റ് വാല്യൂ ഈക്വൽ ടു 0 ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പം ഡിറ്റർമിനൻ്റ് വാല്യൂ എടുക്കുമ്പോൾ λ² - 1 = 0 എന്ന് പറഞ്ഞു വരും. അപ്പോൾ λ² എന്ന് പറഞ്ഞാൽ 1, λ എന്ന് പറയുന്നത് +or-1. ഓക്കെ, +or-1 നമ്മൾ ഓപ്ഷൻസിലുണ്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ -1 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതായിരിക്കും ഒബ്വിയസ്ലി നിങ്ങളുടെ ഈഗൻ വാല്യൂസ്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. കമ്പാരിറ്റീവ്ലി നമുക്കൊരു 4x4 മാട്രിക്സ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 4x4 മാട്രിക്സ് കണ്ടുപിടിക്കാനായത് നമ്മുടെ സ്റ്റാൻഡേർഡ് വേ എന്ന് പറയുന്നത് A - λI ഫോർമാറ്റിലേക്ക് ആക്കുക. എന്നിട്ട് നമ്മൾ അതിന് ഡിറ്റർമിനൻ്റ് എടുക്കുക, അതിന് ഈക്വൽ ടു 0 ചെയ്യുക, സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാനായിരിക്കും. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് വേ.
അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ ആദ്യം ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയിലേക്ക് നിങ്ങൾ എത്തും. ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം അങ്ങനെ ആയിരിക്കും. ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരിക്കലും നീളത്തില്ല. സോ നിങ്ങൾ ഒബ്വിയസ്ലി ഒരു 3-4 സ്റ്റെപ്സ്, ഒരു 7-6 അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 7 സ്റ്റെപ്സിലൊക്കെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് മിക്കത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ നിങ്ങൾ 10 സ്റ്റെപ്സിലൊക്കെ മുകളിൽ പോവുകയാണെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ എവിടെയോ തെറ്റുകയാണ്, നിങ്ങൾ സമയം വേസ്റ്റാക്കുകയാണ്. അതായത് നമ്മൾ A-λI ഫോർമാറ്റിലേക്ക്, ഇവിടെ I എന്ന് പറയുന്നത് 4/4 ആയിരിക്കും, എയുടെ അതേ ഡയമെൻഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ A-λI എന്ന് പറയുന്നത് 2 - λ -1 -1 0 0 0 3 - λ 0 0 0 0 -2 - λ 0 0 0 -1 or -λ. ഓക്കെ, ഇതാണ് നമ്മൾ A-λI മാട്രിക്സ്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞാൽ 2 - λ, അതായത് ഈ ഒരു വാല്യൂവിൻ്റെ മൈനർ വാല്യൂ മാത്രം നിങ്ങൾക്ക് എടുത്തേണ്ട ആവശ്യമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ 2 - λ × 3 - λ × -2 - λ. അപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂവിൻ്റെ മൈനർ നമ്മൾ ഇതാണല്ലോ. അപ്പോൾ ഇതൊരു 3/3 മാട്രിക്സ് ആണ്. അപ്പം ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് നമ്മൾ പ്രത്യേകം എടുക്കേണ്ടി വരും. അതാണ് ഈ അകത്ത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് 3 - λ × 2 - λ × 4 - λ -0. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 3 - λ × 2 - λ -2 - λ -4 - λ = 0. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഫാക്ടർ ഫോർമാറ്റിൽ തന്നെയാണ് ഈ സ്റ്റെപ്പ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ λ = 3, λ = 2, λ = -λ = 2, 4 - λ = 0 എടുക്കും. അതിൽ 4 λ = 4. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, λ = 2 എന്ന് എഴുതാം. അപ്പോൾ ഈഗൻ വാല്യൂസ് എന്താണ്, 2, 3, -2, സോറി 2, ഇത് -2 ആണ്. ഓക്കെ, -2, 4. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സൊല്യൂഷൻ. അത് നമുക്ക് ഈ ഓപ്ഷനായിട്ട് കണ്ട് 2, 3, -2, 4. സോ ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ചിലവർക്ക് ഇപ്പം നമ്മൾ ഈ 2 - λ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു അപ്പോൾ ചിലർക്ക് ഈ ക്വസ്റ്റ്യനിൽ ഈ 2 - λ കഴിഞ്ഞാൽ കൂടെ ഒരു -1 ഉണ്ടല്ലോ. അപ്പോൾ അതിൽ വാല്യൂ എടുക്കേണ്ടത് നമുക്ക് ഡൗട്ട് വരും. പക്ഷേ അത് എല്ലാ വാല്യൂ 0 ആയിട്ട് തന്നെ മാറും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ -1 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മൈനർ മാട്രിക്സ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു റോ ഉണ്ടാവും, 0 0 0 0. സോറി 3/3 അല്ലേ വരുള്ളൂ. അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 0 -2 - λ -1. അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 0 0 4 - λ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് സ്ട്രൈറ്റ് അവേ 0 ആയിരിക്കും. കാരണം ഇതിൻ്റെ എല്ലാ മെയിൻ വാല്യൂസും 0 ആണ്. അപ്പോൾ ഇതിൻ്റെ മൈനർ കണ്ടുപിടിക്കുമ്പോൾ എല്ലാ വാല്യൂസും ഒബ്വിയസ്ലി × 0 × 0 എന്ന് പറയും. അപ്പോൾ ഈ ഒബ്വിയസ്ലി 0 ആയിട്ട് തന്നെ വരും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ, ഇപ്പം ഈ ഗേറ്റിൻ്റെ ഈ ക്വസ്റ്റ്യൻസിൽ തന്നെ നമുക്കിപ്പോൾ ഒരു 3 to 4 സ്റ്റെപ്സിൽ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു എന്താണ് ഒരു 7 to 8 സ്റ്റെപ്സിനേക്കാൾ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി അതൊരു ഒന്നല്ലെങ്കിൽ അതൊരു ലെന്തി ക്വസ്റ്റ്യൻ ആയിട്ട് ഗേറ്റ് ഇട്ടതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെവിടെ തെറ്റുന്നുവെന്ന് മനസ്സിലാക്കിയുള്ള ടൈം വെറുതെ വേസ്റ്റ് ആകരുത്. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഈഗൻ വെക്റ്റർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഈഗൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? ഈഗൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു വെക്റ്റർ ആ വെക്റ്റർ സ്ക്വിഷ് ചെയ്യുകയും സ്ട്രെച്ച് ചെയ്യുകയും മാത്രമേ ചെയ്തുള്ളൂ. അതിൻ്റെ അതിൻ്റെ ആംഗിളിൽ വ്യത്യാസമൊന്നും വരത്തില്ല, അതായത് അത് റൊട്ടേറ്റ് ചെയ്യത്തില്ല. അങ്ങനത്തെ വെക്റ്റേഴ്സിനെയാണ് നമ്മൾ ഈഗൻ വെക്റ്റർ എന്ന് പറയുന്നത്. ഈ ഈഗൻ വെക്റ്റേഴ്സിൻ്റെ എത്രമാത്രം അത് വലുതാവുകയും എത്രമാത്രം അത് ചെറുതാവുകയും ചെയ്യുന്നു, അതായത് എത്രമാത്രം സ്ട്രെച്ച് ആവുന്നു, എത്രമാത്രം സ്ക്വിഷ് ചെയ്യുന്നു, ആ ഒരു വാല്യൂ ആണ് നിങ്ങളുടെ ഈഗൻ വാല്യൂ.
ഓക്കെ, സ്കെയിലർ വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമ്മളെ പ്രോബ്ലത്തിൽ നമുക്ക് ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഏഗൻ വെക്ടർ കണ്ടുപിടിക്കുക, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കണം. ഏഗൻ വാല്യൂസ് നമുക്ക് എ മൈനസ് ലാംഡ i ഈക്വൽ ടു 0 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനെന്താണ് -4 മൈനസ് ലാംഡ 2 4 3 മൈനസ് ലാംഡ എന്ത് ചെയ്യണം, ഈക്വൽ ടു 0 ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മൾ ഏഗൻ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ലാംഡാസിൽ ഏതെങ്കിലും ഒരു വാല്യൂ എടുത്ത് നമ്മൾ എ മൈനസ് ലാംഡ i ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫോർമാറ്റിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് ആണ് നമ്മുടെ എന്താണ് ഏഗൻ വെക്ടർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് എന്നില്ലേ. ഓക്കെ, അപ്പോൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം -5 ഉപയോഗിക്കാം. അപ്പോൾ -5 ഉപയോഗിക്കുമ്പോൾ നമ്മൾ എ മൈനസ് ലാംഡ i എന്ന് പറയുമ്പോൾ -4 മൈനസ് 5 1 2 4 3 മൈനസ് -5 8 ഇൻറ്റു നമ്മളെ വെക്ടേഴ്സിനെ നമുക്ക് m1 എന്നും വെക്ടേഴ്സിനെ നമുക്ക് x1 എന്നും x2 എന്നും എഴുതാം. n ഈക്വൽ ടു 0, എ മൈനസ് ലാംഡ i ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ മാട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യണം, റെഡ്യൂസ് ദ റോ എച്ചലോൺ ഫോർമാറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ റോ ട്രാൻസ്ഫോർമേഷൻ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ റോ ട്രാൻസ്ഫോർമേഷൻ അങ്ങ് വലുതായിട്ടൊന്നും ചെയ്യാനില്ല. കാരണം ഈ 1 2 4 8 ഇതിൽ സെക്കൻഡ് റോ എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിൻ്റെ ഒരു പ്രൊപ്പോർഷണൽ വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് ഫസ്റ്റ് റോയിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സെക്കൻഡ് റോ കിട്ടും. ഓക്കെ, അപ്പോൾ 4 നമ്മൾ 4നെ സെക്കൻഡ് റോയിൽ നിന്ന് 4 കോമൺ എടുത്താൽ 1 2 x1 x2 ഈക്വൽ ടു 0 എന്ന് തന്നെ കിട്ടും. ഈ പുറത്താക്കി എടുക്കുന്ന 4 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ 0 ആയിട്ട് തന്നെ വരും. അപ്പം ഇവിടെ നമുക്ക് സെയിം റോസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു റോ മാത്രം റീറ്റെയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി എന്ത് ചെയ്യണം, എച്ചലോൺ ഫോർമാറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ എച്ചലോൺ ഫോർമാറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നള്ളിറ്റി കണ്ടുപിടിക്കും, n-r. അത് നമ്മുടെ n എന്ന് പറയുന്നത് 2ഉം റാങ്ക് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് 1 ആണ്. അപ്പോൾ n-r എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് n-r 2 - 1 ആണ്. ഓക്കെ, അപ്പം ഇതിലൊരു വേരിയബിൾ എന്ന് പറയുന്നത് ഫ്രീ വേരിയബിളാണ്. ആ വാല്യൂന് അതിന് നമുക്ക് എന്ത് വാല്യൂ ആണോ കൊടുക്കാൻ പറ്റും. അതേപോലെ ഇവിടെ ബേസിക് വേരിയബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഡയഗണൽ എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ബേസിക് വേരിയബിൾ എന്ന് പറയുന്നത് x1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ x1 എന്ന് പറയുന്നത് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ x1 + 2 x2 എന്ന് പറയുന്നത് എന്താണ് 0. ഇതിൽ x1 ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയതുകൊണ്ട്, ബേസിക് വേരിയബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ വാല്യൂസ് ഒന്നും നമുക്ക് കൊടുക്കാൻ ഫ്രീ ആയിട്ട് വാല്യൂസ് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ x2 നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക, കാരണം അത് ബേസിക് വേരിയബിൾ അല്ല. ബാക്കി അപ്പം എന്താണ്, ഇവിടെ ഒരു ബേസിക് വേരിയബിളേ ഉള്ളൂ, ബാക്കി എല്ലാ വേരിയബിളും ഫ്രീ ആണെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം നമുക്ക് x2ന് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാൻ പറ്റും. അപ്പോൾ x2ന് നമുക്ക് എന്ത് ചെയ്യണം, ആൽഫ എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ x1 + 2 ആൽഫ ഈക്വൽ ടു 0. അപ്പോൾ x1 എന്ന് പറയുന്നത് എന്താണ്, -2 ആൽഫ. അപ്പോൾ x2 എന്ന് പറയുന്നത് നമ്മൾ ആൽഫ ആയിട്ട് ആൾറെഡി ചൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ വെക്ടർ എങ്ങനെ വരും, x1 എന്ന് പറയുന്നത് -2 ആൽഫ, x2 എന്ന് പറയുന്നത് ആൽഫ. അപ്പോൾ ഈ ആൽഫ വെളിയിലെടുത്ത് കഴിഞ്ഞാൽ -2 1. ഓക്കെ, അപ്പോൾ നമ്മുടെ വെക്ടർ എന്ന് പറയുന്നത്, ഒരു വെക്ടർ എന്ന് പറയുന്നത്, രണ്ടാമത്തെ വെക്ടർ എന്ന് പറയുന്നത് -2 1 ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ -2 1 എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആൽഫ എന്ന് പറയുന്ന സ്കെയിലർ വെളിയിൽ കിടപ്പുണ്ട്. അപ്പോൾ ആൽഫ -1 ചൂസ് ചെയ്ത് എന്ത് വാല്യൂ ആണോ അതിന് വരാമെന്നും പറഞ്ഞിട്ട് അതൊരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ഓക്കെ, അതിന് എന്ത് വാല്യൂ ആണോ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആൽഫയ്ക്ക് -1 കൊടുത്തു കഴിഞ്ഞാൽ -1 × +1 കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, 2 - 1 എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് മാറാം. അപ്പോൾ 2 - 1 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് ഓപ്ഷൻസിലുണ്ടാവും. സോ 2 - 1 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. അപ്പോൾ അതാണ് ഒബ്വിയസ്ലി നിങ്ങളുടെ ആൻസർ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിൽ നമുക്ക് 2 മാട്രിക്സ് തന്നിട്ടുണ്ട്. അത് മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന മാട്രിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ എ ഇൻവേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എ ഇൻവേഴ്സിൽ 2 എലമെൻറ്റ്സ് തന്നിട്ടില്ല, അതിന് പകരം വേരിയബിൾസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ 2 എലമെൻറ്റ്സിൻ്റെ സമ്മാണ് ചോദിക്കുന്നത്. a + b എന്ന് പറഞ്ഞാൽ എൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ
നമുക്ക് ഇവിടെ 2/2 മാട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 2/2 മാട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ 2/2 മാട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് സ്വാപ്പ് ചെയ്യുക, അതിൻ്റെ പൊസിഷൻ സ്വാപ്പ് ചെയ്യുക. അതേപോലെ അതിൻ്റെ അതേ മാട്രിക്സിൻ്റെ ഓപ്പോസിറ്റ് ഡയഗണൽസിൻ്റെ എലമെൻറ്റ്സിൻ്റെ സൈന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ അഡ്ജോയിൻ്റ് കിട്ടും. അഡ്ജോയിൻ്റ് കിട്ടിയിട്ട് അതേ മെട്രിക്സിൻ്റെ എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. ഓരോ എലമെൻറ്റ്സിനെ ആ ഡിറ്റർമിനൻ്റ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് കിട്ടും. എ ഇൻവേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എയും ബിയും നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ സം എടുക്കുക. സോ അത് നമുക്കിവിടെ 2/2 മാട്രിക്സിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ 3/3 മാട്രിക്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സോ ഒരു ജനറലൈസ്ഡ് അപ്രോച്ചിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ അവിടെ നമ്മൾ റിസൾട്ട്സിനെ തന്നെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അതായത് എ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐ ആണ് അല്ലേ? എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡൻറ്റിറ്റി മാട്രിക്സ് കിട്ടുമെന്ന് നമ്മൾ റിസൾട്ട്സിൽ പഠിച്ചിരുന്നു. അപ്പം നമ്മൾ ആ ഒരു സ്റ്റെപ്പിനെ നമ്മൾ ഇവിടെ ഉപയോഗിക്കാം. 2 - 0.1 നമ്മൾ എ എന്ന് പറഞ്ഞ മാട്രിക്സ് എ ഇൻവേഴ്സ് 1/2 A 0 B. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞു അല്ലേ? ഐഡൻറ്റിറ്റി മാട്രിക്സ് കിട്ടി. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഈ രണ്ട് മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 2 × 1/2 - 0.1 × 0 2 × A - 0.1 × B. Zero × 1/2 plus 3 × 0. അതിൻ്റെ റിസൾട്ട് തന്നെ വരും 1. ഇത് മൊത്തം 0 ആവും. 0 2A - 0.1 0.1 B 3B = 1 0 0 1. ഇപ്പം 2A - 0.1 B എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? അപ്പോൾ 2A = 0.1 B അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. 3B എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ B എന്ന് പറയുന്നത് എന്താണ്? 1/3. അതെടുത്ത് നമുക്ക് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം 2A = 0.1 × 1/3. 2A = 1/30. 0.1 എന്ന് പറഞ്ഞാൽ 1/10 ആയിട്ട് എഴുതാമല്ലോ. അപ്പോൾ A = 1/30 × 2 ആണ്. അതായത് 1/60. എ എന്ന് പറഞ്ഞാൽ 1/60യും ബി എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 1/60 + 1/3 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 3 + 60 / 3 × 60 എത്രയായിരിക്കും? 180. അതായത് 63 / 180 എന്നത് 7/20. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ മാട്രിക്സ് തന്നിട്ടുണ്ട്. ഒരു 4/4 മാട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ A × A ട്രാൻസ്പോസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ അതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അത് മാത്രമല്ല ഈ ഒരു മാട്രിക്സ് ഓർത്തോഗണലാണെന്ന് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ ഒരു മാട്രിക്സ് ഓർത്തോഗണലാണെങ്കിൽ അതിൻ്റെ A × A ട്രാൻസ്പോസ് എന്താണ്? I. അതായത് ഇഫ് ഓർത്തോഗണൽ ആണെങ്കിൽ A × A ട്രാൻസ്പോസ് = I ആണെന്ന് നമ്മൾ നമ്മുടെ റിസൾട്ട്സിൽ പഠിച്ചായിരുന്നു. നിങ്ങൾ ലെക്ചർ സീരീസ് ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ A × A ട്രാൻസ്പോസ് = I എന്നുള്ളൊരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും അതിൽ. അപ്പോൾ ഈ ഓർത്തോഗണൽ ആണെങ്കിൽ A × A ട്രാൻസ്പോസ് I. അപ്പോൾ ഓർത്തോഗണൽ ആണെങ്കിൽ നമ്മൾ വേറൊരു ഐഡൻറ്റിറ്റി കൂടെ പഠിച്ചിട്ടുണ്ട്. അതായത് ഡോട്ട് പ്രോഡക്റ്റ് എന്ത് ചെയ്യണം? ഡോട്ട് പ്രോഡക്റ്റ് 0. A × A ട്രാൻസ്പോസ് A. ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിട്ട് വരും. ഓക്കെ, അപ്പം ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യണം? ഈ A × A ട്രാൻസ്പോസ് എടുത്ത് ചെയ്യുന്നത്.
സോ അതുകൊണ്ട് തന്നെ എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഐ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇവിടുത്തെ കേസ് നമ്മൾ ഈ ഒരു മാട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്താണ്, ഐ ആണ്. സോ ഐഡൻറ്റിറ്റി മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്താണ്, ഐ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണ്. ഓക്കെ, ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. സോ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഗേറ്റിന് ചോദിക്കുന്നത് ഫണ്ടമെൻറ്റ്സിനെ ടച്ച് ചെയ്തിട്ടായിരിക്കും, നമ്മളെ റിസൾട്ട്സിനെ ടച്ച് ചെയ്തിട്ടായിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് റാങ്ക് ഓഫ് എ മാട്രിക്സ് കണ്ടുപിടിക്കുക. ഇപ്പോൾ റാങ്ക് ഓഫ് എ മാട്രിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ എച്ചിലോൺ ഫോർമാറ്റിലേക്ക് മാറ്റണം. എച്ചിലോൺ ഫോർമാറ്റാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ തിങ്. അപ്പോൾ എച്ചിലോൺ ഫോർമാറ്റിലേക്ക് മാറ്റാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ബേസിക്കലി റോ ഓപ്പറേഷൻസ് ചെയ്യുക. എച്ചിലോൺ ഫോർമാറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, നിങ്ങൾക്ക് 0 റോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഏറ്റവും താഴത്തെ റോ ആക്കി മാറ്റുക, അതായത് ബേസിക്കലി ഏറ്റവും താഴേക്ക് കൊണ്ടുപോകുക. പിന്നെ എന്ത് ചെയ്യുന്ന ലീഡിങ് നോൺ സീറോ വാല്യൂ വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ മാട്രിക്സിനെ അറേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മുടെ മാട്രിക്സിൽ 1 1 1 1 -1 0 1 1 1. ഓക്കെ, ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾ സ്ട്രൈറ്റ് നിങ്ങൾ വൺസ് എക്സ്പീരിയൻസ്ഡ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം ഇവിടെ 0 റോസ് ഒന്നുമില്ല. പിന്നീടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ലീഡിങ് നോൺ സീറോ വാല്യൂ വരുന്നതിനനുസരിച്ച് നിങ്ങൾ ഈ റോസിനെ അറേഞ്ച് ചെയ്യാന്നേ ഉള്ളൂ. അതായത് ഇവിടെ ഫസ്റ്റ് റോ നോക്കുകയാണെങ്കിൽ ലീഡിങ് നോൺ സീറോ 1 ഇത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതിന് താഴെയുള്ള റോസിൻ്റെ ലീഡിങ് നോൺ സീറോ വാല്യൂസ് എല്ലാം 0 ആക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 വാല്യൂസ് നമ്മൾ 0 ആക്കേണ്ടതായിട്ടുണ്ട്. വൺസ് അത് 0 ആയി കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് റോയിലേക്ക് പോകാം. സെക്കൻഡ് റോയിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ഇതായിരിക്കും ലീഡിങ് നോൺ സീറോ വാല്യൂ. ലീഡിങ് നോൺ സീറോ വാല്യൂ ഇവിടെ ആണെങ്കിൽ പിന്നെ അതിന് താഴെയുള്ള ലീഡിങ് നോൺ സീറോ വാല്യൂസിനെല്ലാം 0 ആക്കാം. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാനൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ 1 1 1 1 -1 0 നിങ്ങൾ റോ ഓപ്പറേഷൻസ് ചെയ്യാതെ തന്നെ നമ്മൾ ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ നമ്മൾ റിസൾട്ട്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തേർഡ് റോയും ഐഡൻറ്റിക്കലാണല്ലേ. അപ്പോൾ ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റോയിനെ എന്ത് ചെയ്യാം, കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാം, 0 ആക്കി മാറ്റാം. അതായത് നിങ്ങൾ R1 ചേഞ്ചസ് ടു R3 ചേഞ്ചസ് ടു R3 - R1 ചെയ്യേണ്ട ഒരു എക്സ്പ്ലിസിറ്റായിട്ട് ചെയ്യണതിന് പകരം ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റെപ്പ് പറഞ്ഞത്. ഓക്കെ, 1 1 1 1 -1 0 0 0 0. ഓക്കെ, കംപ്ലീറ്റ്ലി ഒരു റോയെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് റോ അതായത് സെക്കൻഡ് റോയിൽ ഇതാണ് ലീഡിങ് നോൺ സീറോ വാല്യൂ ആയിട്ട് ലീഡിങ് നോൺ സീറോ. അപ്പോൾ ഇത് എലിമിനേറ്റ് ചെയ്യണം, കാരണം ഇതിന് മുകളിലുള്ള റോയ്ക്ക് ആൾറെഡി ആ പൊസിഷനിൽ ലീഡിങ് ആയിട്ടുള്ള നോൺ സീറോ വാല്യൂ വന്നിട്ടുണ്ട്. അപ്പം ഇതിനന്ന് എലിമിനേറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു എലമെൻറ്റിനെ 0 ആക്കി മാറ്റുക. അപ്പം R2 ചേഞ്ചസ് ടു R2 - R1 ചെയ്താൽ മതി. 1 1 1 0 -1 -1 -2 0 0 0 0. അപ്പോൾ നമ്മൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. 2 നോൺ സീറോ വാല്യൂസേ ഉള്ളൂ. അപ്പോൾ ആൾറെഡി ഇത് എച്ചിലോൺ ഫോർമാറ്റിലാണ്. അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2 ആണ്. പക്ഷേ ബേസിക്കലി നമുക്ക് ഈ R2 ചേഞ്ചസ് ടു R2 - R1 എന്ന് പറയുന്ന സാധനം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ മാട്രിക്സ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ റാങ്ക് എത്രയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു മാട്രിക്സ് ഉണ്ട്, 2x2 മാട്രിക്സ് ആണ്. ആ മാട്രിക്സിൻ്റെ ലാംഡ വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്ടറും തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്നാപ്ഷോട്ടിൽ ഒരു ലാംഡയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്ടറും വന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ അത് ഫില്ലായിട്ടില്ല. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അതായത് λ2 എന്ന് പറയുന്നത് 4, v2 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്ടർ എന്ന് പറഞ്ഞാൽ 1 - 1. ഓക്കെ, അപ്പോൾ 2 ഈഗൻ വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാട്രിക്സ് എത്രയാണ്, 2x2 മാട്രിക്സ് എന്താണെന്നാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 4 ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ നിങ്ങൾ ആ മാട്രിക്സ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മുടെ ഈഗൻ വാല്യൂ ഈഗൻ വെക്ടർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ AX = λx എന്നാണ്. അതായത് ഞാൻ ഈഗൻ വാല്യൂ ആ കൺസെപ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ മാട്രിക്സ് കൊണ്ട് എക്സിനെ ട്രാൻസ്ഫോം ചെയ്ത് വേറൊരു വെക്ടറിനെ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതേ വെക്ടറിനെ, അതായത് നമ്മൾ എക്സ് എന്ന് പറഞ്ഞ വെക്ടറിനെ വേറൊരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾ ഈ ട്രാൻസ്ഫോം ചെയ്ത് കിട്ടുന്ന വെക്ടറിലേക്കാണ് എത്തുന്നതെങ്കിൽ അങ്ങ് മനസ്സിലാക്കുക ആ ഒരു വെക്ടർ എന്താണ്, ഒരു ഈഗൻ വെക്ടറാണ്. ഈഗൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ആ വെക്ടർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, റൊട്ടേറ്റ് ചെയ്യത്തില്ല. ഒന്നല്ലെങ്കിൽ വലുതാവേ അല്ലെങ്കിൽ ചെറുതാവേ ചെയ്യത്തുള്ളൂ. അത് എന്തുമാത്രം വലുതാവുന്നു എന്തുമാത്രം ചെറുതാവുന്നു എന്ന് പറഞ്ഞ വാല്യൂ ആണ് നിങ്ങളുടെ ലാംഡ.
ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ കുറേ റിസൾട്ട്സ് പഠിച്ചിരുന്നു. അതായത് നിങ്ങളുടെ ഈഗൻ വാല്യൂസിൻ്റെ സം എന്ന് പറയുന്നത് നിങ്ങളുടെ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മുമായിട്ട് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാംഡ എന്ന് പറയുന്നത് ലാംഡ 1 എന്ന് പറയുന്നത് 8ഉം ലാംഡ 2 എന്ന് പറയുന്നത് 4ആണ്. അപ്പോൾ 8 + 4 12. അപ്പോൾ 12 സമ്മായിട്ട് വരുന്ന ഒരു മെട്രിക്സുകളെ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഓപ്ഷൻ എയിൽ 6 + 6 മെയിൻ ഡയഗണൽസിൻ്റെ സമ്മ് 12 ആണ്. നമ്മുടെ ലാംഡ 1 + ലാംഡ 2 എന്ന് പറയുന്നത് എന്താണ്? 12 ആണ്. ഓക്കെ, അപ്പോൾ അത് സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ഈഗൻ വാല്യൂസിൻ്റെ പ്രോഡക്റ്റ്, അതായത് ലാംഡ 1 × ലാംഡ 2 ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ മെട്രിക്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ആയിട്ട് സെയിം ആയിരിക്കും. അതും ഒരു റിസൾട്ടായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡിറ്റർമിനൻറ്റ് നിങ്ങൾ ഈ സമ്മിൻ്റെ പ്രോപ്പർട്ടി എടുത്ത് നോക്കുക. അപ്പോൾ 6 + 6 12, 6 × 6 36 മൈനസ് 4 ചെയ്യുമ്പോൾ 32 കിട്ടും. അപ്പോൾ 8 × 4 32 ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കൂടുതൽ സ്യൂട്ടായിട്ട് വരുന്നത്. ബാക്കി ഒരെണ്ണത്തിനും അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഇല്ല. ഓക്കെ, സമ്മ് 12 ആയിട്ട് വരുന്നില്ല, ബാക്കി ഒന്നിനും സമ്മ്. അപ്പം ബേസിക്കലി സമ്മ് 12 ആയിട്ട് വരുന്ന പ്രോപ്പർട്ടി മാത്രം മതി. മറ്റേ നമ്മുടെ പ്രോഡക്റ്റ് ഡിറ്റർമിനൻറ്റ് പ്രോപ്പർട്ടി നമുക്കൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഈഗൻ വാല്യൂ കറസ്പോണ്ടിങ് ടു ഈഗൻ വെക്റ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ഈഗൻ വെക്റ്റർ തന്നിട്ടുണ്ട്, നമ്മൾ മെട്രിക്സും തന്നിട്ടുണ്ട്, നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈഗൻ കൺസെപ്റ്റ് എന്താണ്? AX = ലാംഡ എക്സ് അല്ലേ. നമുക്ക് ഇവിടെ ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എക്സ് എന്ന് പറഞ്ഞ വെക്റ്റർ തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 0 1 1 0 1. ഓക്കെ, അപ്പം നമ്മൾ എ എന്ന് പറഞ്ഞാൽ 4 2 2 4 × 1 0 1 1 0 1 = ലാംഡ × 1 0 1 1 0 1. അപ്പോൾ ബേസിക്കലി സ്ട്രൈറ്റ് ഫോർവേഡ് കൺസെപ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ 2/2ഉം 2/1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും? 2/1 മെട്രിക്സ് ആയിട്ട് തന്നെ കിട്ടും. അപ്പം ഓക്കെ, അപ്പോൾ നമ്മൾ മെട്രിക്സ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 6 0 6 6 0 6 അല്ലേ. അപ്പോൾ ലാംഡ × 1 0 1 1 0 1. അപ്പോൾ ലാംഡ ഏത് വാല്യൂ ആയിരുന്നാലാണ് നമുക്ക് ഈ ഒരു മെട്രിക്സിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റുക. അപ്പോൾ ലാംഡയുടെ വാല്യൂ 6 ആണെങ്കിൽ 6 × 1 0 1 1 0 1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിസൾട്ട്സ് എന്താണ്? 6 0 6 6 0 6 അല്ലേ. ഓക്കെ, അപ്പോൾ ലാംഡയുടെ വാല്യൂ 6 ആണെങ്കിൽ നമുക്ക് ഈ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ലാംഡയുടെ വാല്യൂ 6 ആണ് നിങ്ങളുടെ ആൻസർ. അപ്പോൾ 6 ഓപ്ഷനിലുണ്ടാവും. അപ്പോൾ 6 ആണ് ആൻസർ.